എബ്രിഡ് ഷൈനിന്റെ പുതിയ സിനിമയായ സ്പാ കണ്ടവരിൽ ഭൂരിഭാഗം പേർക്കും ഒരു രംഗം ഓർമ്മയുണ്ടാകും. നടൻ ശ്രീകാന്ത് മുരളി അവതരിപ്പിച്ച ഡോക്ടറായ കഥാപാത്രം സ്പായിൽ വരുന്നത്. അവിടെയുള്ള തെറാപ്പിസ്റ്റിനോട് അയാൾ ആവശ്യപ്പെടുന്നത് ഒരു നോർമൽ മസാജോ ഹാപ്പി എൻഡിങ്ങോ അല്ല, പകരം തന്നെ വടികൊണ്ടടിക്കാനും ശരീരത്തിലേക്ക് ചൂടുള്ള മെഴുക് ഉരുക്കി ഒഴിക്കാനും വേദനിപ്പിക്കാനുമാണ്. തിയേറ്ററുകളിലും OTT-യിലും ഈ സീൻ കണ്ട ഭൂരിഭാഗം പ്രേക്ഷകരും ചിന്തിച്ചിട്ടുണ്ടാവും, വേദന തിന്നാൻ ഇത്രയും പൈസ കൊടുക്കണോ എന്ന്. പലർക്കും ഇതിന്റെ പിന്നിലെ സൈക്കോളജി പിടികിട്ടിട്ടില്ല എന്നതാണ് സത്യം. അതൊരു വിചിത്രമായ ഭ്രാന്തല്ല, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന BDSM എന്ന വിഭാഗത്തിൽപ്പെടുന്ന പക്ക സെക്ഷൽ ഫാന്റസിയാണ്. എന്താണ് ഈ വേദനയിലെ സുഖം അഥവാ മസോക്കിസം എന്ന് നോക്കാം. ശാരീരികമായ വേദനയിലൂടെയും മറ്റൊരാൾക്ക് മുന്നിൽ സ്വയം കീഴടങ്ങുന്നതിലൂടെയും തീവ്രമായ ലൈംഗിക ഉണർവും ആനന്ദവും കണ്ടെത്തുന്ന അവസ്ഥയാണ് സൈക്കോളജിയിൽ മസോക്കിസം എന്ന് വിളിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ മെഡിക്കൽ കാരണങ്ങളുമുണ്ട്. തലച്ചോറിലെ ഹോർമോൺ ശരീരത്തിന് കടുത്ത വേദനയോ മുറിവോ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തലച്ചോറ് സ്വയം ഉൽപ്പാദിക്കുന്ന നാച്ചുറൽ പെയിൻ കില്ലറാണ് എൻഡോർഫിൻ. ഇതിനൊപ്പം സന്തോഷം നൽകുന്ന ഡോപ്പമിനും റിലീസ് ചെയ്യപ്പെടും. ഒരു മസോക്കിസ്റ്റിന്റെ തലച്ചോറ് ഈ ഹോർമോൺ പ്രവാഹത്തെ വേദനയായിട്ടല്ല, മറിച്ച് അതീവ സുഖമായിട്ടുള്ള ഒന്നായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. കൺട്രോൾ, പൂർണ്ണമായി വിട്ടുകൊടുക്കൽ. ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ബെഡ്റൂമിലോ ഇത്തരം സ്പേസുകളിലോ എത്തുമ്പോൾ തങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് വലിയൊരു മാനസിക റിലാക്സേഷൻ ആണ്. സിനിമയിലെ ആ ഡോക്ടറും ആവശ്യപ്പെടുന്നത് ആ ഒരു സറണ്ടറിംഗ് ആണ്. നമ്മൾ തിരിച്ചറിയാത്ത ഫാന്റസികൾ വേറെയുമുണ്ട്. നന്നായി ഡെഡ് ലിഫ്റ്റോ സ്കോട്ടോ ചെയ്യുമ്പോൾ മസിൽസിന് പെയിൻ വരുമ്പോൾ ആസ്വദിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാമോ? ഇതേ ഹോർമോണിന്റെ കളികളാണ് ഇതിന്റെയും പിന്നിൽ. എന്നാൽ ഇവിടെ ഇത് സെക്ഷൽ ഫാന്റസി അല്ല, മറിച്ച് ജിമ്മിലെ പെയിൻ നിങ്ങൾ ആസ്വദിക്കുന്നത് നല്ലൊരു ഫിറ്റ്നസ് നിലനിർത്താനായിട്ടാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ട്രെയിൻ ട്രാവൽ ഫോളോ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.